ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ്. ഈ ഡെവലപ്മെന്റ്സിൽ ട്രംപിന്റെ സീസ് ഫയർ, അത് നിർബന്ധമായിട്ട് നിങ്ങൾ സീസ് ഫയർ ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിൽ അറഗന്റ് ആയിട്ട് ബിഹേവ് ചെയ്ത് സീസ് ഫയർ ഇങ്ങനെ പുഷ് ചെയ്ത് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറേ ഡെവലപ്മെന്റ്സ് അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് ഡൗട്ട്സും കാര്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ, അതേമാതിരി തന്നെ IAEA, അതേപോലെ ഇറാൻ, ഇസ്രായേൽ, ഇങ്ങനെ ഗ്ലോബലി തന്നെ ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനാണ് ട്രംപ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ യുദ്ധം നിർത്തി എന്നുള്ള നിലയിൽ വളരെ ശക്തമായി ട്രംപ് അവകാശപ്പെടാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാൻ അമേരിക്ക വിചാരിച്ച പോലെ മാറി വരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ട്രംപ് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി സീസ് ഫയർ കൊണ്ടുവന്നാലും ഇപ്പൊ ഇസ്രായേലും ഇറാനും തമ്മിൽ സീസ് ഫയർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സാധനം ഡ്രാഫ്റ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സൈഡിൽ ഗ്ലൂമി ആയിട്ട് നിൽക്കത്തന്നെ രണ്ടുപേരും വാക്കാൽ പറഞ്ഞ് ശരി, ഇനി നിന്റെ സൈഡിൽ നിന്ന് ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചടിക്കും, എൻ്റെ സൈഡിൽ നിന്ന് ഒരു മിസൈൽ വന്നു കഴിഞ്ഞാൽ നീയും തിരിച്ചടിക്കാം എന്നുള്ള നിലയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കേ റെജീം ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പോളിസികൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ട്രംപ് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇസ്രായേലിന്റെ പണി വളരെ വ്യക്തമായിട്ട് ചെയ്യും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് ബൈഡന്റെ ഭരണകൂടം ഇസ്രായേലിനോട് ഇതേ സമീപനമായിരുന്നു. അതായത് ഒരു രീതിയിലും സഹകരിക്കാത്ത രീതിയിലുള്ള കൃത്യമായ ടൈമിൽ എമ്യൂണിഷൻസ് ഒന്നും എത്തിച്ചു കൊടുക്കാതെ ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഇസ്രായേൽ വളരെ സുന്ദരമായിട്ട് തന്നെ മറികടന്ന് മുന്നോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിന്റെ പദ്ധതികൾ എന്താണോ അത് അവർ മൊസാദിനെ വെച്ച് വളരെ വൃത്തിയായിട്ട് നടപ്പിലാക്കും. ഇസ്രായേലിന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള മൊസാദിന്റെ വർക്കേഴ്സ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇറാന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ഒരു സമയത്ത് ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അമേരിക്കയുടെ ഉള്ളിലുണ്ട്. ഇന്ന് ഏതാണ്ട് 20 പേരിൽ താഴെ ഇന്ന് അമേരിക്കയുടെ ഉള്ളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇറാനികൾ. അതിലൊരാൾ ഹിസ്ബുള്ളയുമായിട്ട് ബന്ധമുള്ള ആളാണെന്നും കൂടി പറയുന്നുണ്ട്. അതായത് അത് മനസ്സിലാക്കേണ്ടത്, ഇറാന്റെ പ്രോക്സികൾ അമേരിക്കയുടെ ഉള്ളിൽ തീവ്രവാദ പ്രവർത്തനമാണ് ചെയ്യുന്നത്. അവരവിടെ എവിടെയെങ്കിലും പൊട്ടിത്തെറിപ്പിക്കും. അതും കൂടി ഒന്ന് നോട്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ട്രംപ് സീസ് ഫയർ ഒരുക്കി കൊടുക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചിന്തിക്കേണ്ടതായിരുന്നു. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം വരാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ IAEA ഇനി ഇറാന്റെ ഉള്ളിൽ അനുവദിക്കേണ്ട, അവരെ ഇനി ഇറാന്റെ ഉള്ളിൽ കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളതാണ് ഒരു ലോ മേക്കർ അഥവാ ഒരു മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ഉള്ളിൽ. അയാൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ പെസസ്കിൻ, ഇപ്പം മസൂദ് പെസസ്കിയാൻ ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വീണ്ടും ഈ ആണവ നിലയങ്ങൾ അഥവാ ഈ ഒരു അണുബോംബ് നിർമ്മിക്കുന്ന ഈ സംവിധാനങ്ങളെല്ലാം തന്നെ വീണ്ടും കെട്ടിപ്പൊക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ അറ്റാക്ക് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ പൂർണ്ണമായി തകർന്ന സ്ഥലങ്ങളിൽ ഒന്നും ചെയ്യാനില്ല, പക്ഷെ ഭാഗികമായിട്ടൊക്കെ എവിടെയെങ്കിലൊക്കെ ഈ ഒരു എൻറിച്ച്മെന്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതവർ പുനർനിർമ്മിക്കുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ട്രംപിന് കൊടുക്കുന്ന തിരിച്ചടിയാണ്. അപ്പോൾ എന്തായാലും ഇസ്രായേലിന് ഇതൊരു പനിഷ്മെന്റ് ആണ്. ട്രംപ് മുന്നോട്ട് വെച്ച ഈ ഒരു സീസ് ഫയർ ഇസ്രായേലിന് ഒരു പനിഷ്മെന്റ് ആണെന്നാണ് ഇറാന്റെ സൈഡിൽ നിന്നും പറയുന്നത്. മസൂദ് പെസസ്കിയാൻ തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇസ്രായേലിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു പനിഷ്മെന്റ് ആണ് ഈ സീസ് ഫയർ. കാരണം ആ രീതിയിൽ അർമാദിച്ച് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നതാണ്. ടെഹ്റാന്റെ ഉള്ളിൽ ഒന്നുമില്ല, ആ രീതിയിൽ തൂത്ത് പറക്കി കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇറാൻ തിരിച്ചറിഞ്ഞ ദിവസം കൂടിയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇസ്രായേലും ഇറാന്റെ മിസൈലുകളുടെ പവർ, അതായത് മറ്റുള്ള മിസൈലുകളെയൊക്കെ തടഞ്ഞിരുന്ന പോലെ ഇറാന്റെ മിസൈലുകളിൽ കുറച്ച് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ന്യൂനതകളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഇസ്രായേലിന് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. അതുപോലെ തന്നെ ഇറാൻ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ രണ്ടിനെയും സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഇതുവരെ റിലാക്സ് ചെയ്തിട്ടില്ല. അവരുടെ എയർപോർട്ടുകൾ ഏതാണ്ട് 6 എയർപോർട്ടുകളും ഇസ്രായേൽ തച്ച് തകർത്തിട്ടുണ്ട്. യൂസേജ്, റൺവേ യൂസേജ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, കാരണം 6 എയർപോർട്ടുകളും ഇസ്രായേൽ അതിന്റെ റൺവേ ഒക്കെ അടിച്ച് പൊട്ടിച്ച് പാളിസായി കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പത്തിൽ ഈ ഒരു എയർ സ്പേസ് തുറന്ന് ഡൊമസ്റ്റിക് ആയാലും ഇന്റർനാഷണൽ ആയാലും അവർക്ക് ഫ്ലൈറ്റ് സർവീസ് അത്ര എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു എയർപോർട്ടെങ്കിലും അവർ കൃത്യമായിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് ഈ ഒരു റിലാക്സേഷൻ കൊണ്ടുവരാൻ പറ്റൂ. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്, ഞങ്ങൾ സീസ് ഫയർ ലീഗലി ഒപ്പിടാത്തതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ആലോചിച്ചിട്ടൊക്കെ തീരുമാനം എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റൺവേ പ്രശ്നമാണ്. 6 എയർപോർട്ടുകളും തച്ച് തകർത്ത് വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതിൽ ഏതെങ്കിലും ഒന്നിപ്പോൾ റെക്ടിഫൈ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ ഗട്സ് പറഞ്ഞിരിക്കുന്നത്, ഇറാനുമായിട്ടുള്ള ആ ഒരു സംഘർഷത്തിന് ഇതുവരെ ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. പിന്നെ സീസ് ഫയർ അത് താൽക്കാലികമായിട്ടുള്ള സംഗതിയാണ്. ഇറാനുമായിട്ടുള്ള പ്രശ്നം അത് ഞങ്ങൾ ഓഫ് ചെയ്തല്ല വെച്ചിരിക്കുന്നത്, അത് ഇപ്പോഴും ഓണിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോഴും IDF ആക്റ്റീവ് ആണ്, അതാണ് പറഞ്ഞു വെക്കുന്നത്. ഇറാനുമായിട്ട് ഞങ്ങൾ ഇപ്പോഴും ഒരു വാറിൽ തന്നെയാണെന്നാണ് ഇസ്രായേൽ ഗട്സ് പറയുന്നത്. ട്രംപിന്റെ തീരുമാനം പറഞ്ഞിട്ട് പോയി, പക്ഷേ ഇസ്രായേലിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് ഇസ്രായേൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ IAEA ഇറാന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതായത് ഞങ്ങൾക്ക് അകത്ത് വന്ന് ഈ ഒരു എൻറിച്ച്മെന്റ് സെന്റേഴ്സ്, അതായത് ഇസ്രായേലും അമേരിക്കയൊക്കെ ആക്രമണം നടത്തിയ നറ്റാൻസ്, ഫാർദോ, ഇഷ്ഫഹാൻ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ പരിശോധിക്കണം എന്ന് IAEA ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഇതുവരെ അതിനൊരു യെസ് പറഞ്ഞിട്ടില്ല. ഇറാൻ ഇത്തവണ IAEA അകത്തേക്ക് വിടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അഥവാ വിടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സീസ് ഫയർ വാങ്ങിച്ചു കൊടുത്ത ട്രംപ് IAEA അകത്തോട്ട് വിടുമായിരിക്കാം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
കാരണം ഒരു സീസ് ഫയർ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് കാരണത്തിനാണ് ഈ ഒരു യുദ്ധം തുടങ്ങിയതോ ആ കാരണത്തിന്റെ ഏതെങ്കിലും പോയിന്റുകൾ നരേറ്റ് ചെയ്ത് ഒരു സീസ് ഫയർ എഗ്രിമെന്റ് ഒപ്പിടിപ്പിക്കേണ്ടതാണ്. ഇന്ന കണ്ടീഷൻസ്, ഓക്കെ വാർ കണ്ടീഷൻ ഇന്നതൊക്കെയാണ്, വാർ തീരുമ്പോഴത്തേക്കും ഞങ്ങൾ IAEA അകത്തേക്ക് വിടാം, പരിശോധന നടക്കട്ടെ, ഞങ്ങൾ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്തില്ല, ഇതൊക്കെ വേണ്ടേ അവിടെ? ഒരു കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ഒപ്പിട്ടിട്ട് വേണം ഈ ഒരു സീസ് ഫയർ ഉണ്ടാക്കി കൊടുക്കാൻ. പക്ഷേ ട്രംപ് വാബോയ കോടാലി പോലെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇനി നാറ്റോ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഇനി എന്താണ് പുതുതായിട്ട് തീരുമാനിക്കാൻ പോകുന്നത്? ദേ ആർ ഗുഡ് ട്രേഡ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് വ്യാപാര ബന്ധമാണ് ഇനിയിപ്പോൾ ഇറാനുമായിട്ട് ട്രംപ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം അവർ ഗുഡ് ട്രേഡ് പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവർ ന്യൂക്ലിയർ ബോംബൊന്നും ഉണ്ടാക്കില്ല, ഇനി അവർ എണ്ണയൊക്കെ വിൽക്കും, ഇനി അവർ നല്ല ട്രേഡ് കൺട്രി ആയിട്ട് മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ട്രംപിന് എന്തൊക്കെയോ പദ്ധതികളുണ്ട്. ഇതിനിടയ്ക്ക് IAEA ചോദിച്ചിട്ടുണ്ട്, ഈ 400 കിലോഗ്രാം 60% എൻറിച്ച്മെന്റ് ചെയ്ത യുറേനിയം നിങ്ങൾ എവിടേക്കാണ് മാറ്റിയത്, അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും ഞങ്ങൾക്ക് തരണം. കാരണം കഴിഞ്ഞ തവണ IAEA ഇൻസ്പെക്ഷന് പോയപ്പോഴത്തേക്കും അത് ഡയറക്റ്റ് ആയിട്ട് കാണുകയും അതിനെ സാക്ഷ്യപ്പെടുത്തുകയും അതിനെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ ഞങ്ങൾക്ക് അവൈലബിൾ ആക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇറാനിൽ ഒരു ബാങ്ക് ഉണ്ട്, മെഥാത്ത് എന്ന് പറഞ്ഞ ബാങ്ക്. ഈ മെഥാത്ത് ബാങ്കിൽ ഏതാണ്ട് 35 മില്യൺ കസ്റ്റമേഴ്സിന്റെ കംപ്ലീറ്റ് ഡേറ്റ, അവരുടെ പേര്, അക്കൗണ്ട് നമ്പർ, എത്ര രൂപ അക്കൗണ്ടിലുണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് കംപ്ലീറ്റ് ഡേറ്റ ഹാക്കേഴ്സ് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് നടക്കും ഏത് നടക്കും എന്നറിയത്തില്ല. ഇനിയിപ്പോൾ ആ ബാങ്ക് തന്നെ സീസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അറിയത്തില്ല. 35 മില്യൺ കസ്റ്റമേഴ്സിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഹാക്കേഴ്സ് ചോർത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. അതുപോലെ ട്രംപ് സെനറ്റിന്റെ ഉള്ളിൽ ഇറാൻ അമേരിക്കൻ ബേസിനെതിരെ നടത്തിയ ആക്രമണം, ഖത്തറിലും ഇറാഖിലും പ്രവർത്തിക്കുന്ന അമേരിക്കൻ ബേസുകളുടെ മേളിൽ നടത്തിയ ആക്രമണത്തിനെ കുറിച്ച് ഒരു രീതിയിലുള്ള ഡിസ്കഷൻസിനും തയ്യാറാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് ട്രംപ് വിചാരിക്കുന്നു ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്കയുടെ മേളിൽ ആരെങ്കിലും ഒരാൾ ആക്രമണം നടത്തി എന്ന് ട്രംപ് റെക്കോർഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പുള്ളി മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ്റെ ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയെ ആരെങ്കിലും എൻ്റെ ഭരണകാലത്ത് ആക്രമണം നടത്തി മിസൈൽ വിട്ടു ആക്രമിച്ചു എന്നൊക്കെ പറയുന്നതിൽ ആൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാൻ ട്രംപ് ഇതിനെ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സിൽ പോലും വെക്കേണ്ട എന്നാണ് പറയുന്നത്. സെനറ്റിൽ ഇത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സിലും വെക്കേണ്ട, ഓപ്പൺ ചർച്ചയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതിനെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പാടെ ചൈനയ്ക്ക് ഇനി എത്ര ഓയിൽ വേണമെങ്കിലും ഇറാനെടുത്ത് മേടിക്കാം എന്നുള്ള രീതിയിൽ ഇറാന്റെ ഓയിൽ മാർക്കറ്റിനെ ഓപ്പൺ ചെയ്യുന്നതിലൂടെ ഒരു പോളിസി ചേഞ്ചിന് വേണ്ടിയിട്ട് അമേരിക്ക ഒരു പോളിസി ചേഞ്ചിന്, ഒരു ഡിപ്ലോമാറ്റിക് പോളിസി ചേഞ്ചിന് തുടക്കം കുറിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. വിദഗ്ധർ അങ്ങനെ വിലയിരുത്തുന്നുണ്ട്. ഇറാന്റെ ഓയിൽ മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും വേറെ പല രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ക്രൈസിസ് അമേരിക്കയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഈ 1 ട്രില്യൺ കൊടുത്ത സൗദി അറേബ്യ, അതുപോലെ 1.4 ട്രില്യൺ കൊടുത്ത UAE, ഇവരൊക്കെ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഫണ്ട് അവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ. അത് കഴിഞ്ഞ പാടെ ഇതാ യുദ്ധം, അമേരിക്കയുടെ ബേസിലേക്ക് മിസൈൽ വിട്ട് ആക്രമണം നടത്തിയ ഒരാൾക്ക് സീസ് ഫയറും കൊടുത്ത് അതാ ഇപ്പം ബിസിനസ് ട്രേഡിനുള്ള മാർഗ്ഗങ്ങളും എണ്ണ വരെ വിൽക്കാമെന്നുള്ള രീതിയിൽ സാങ്ഷൻ വരെ മാറ്റി കൊടുത്തിട്ട്, വെർബലി ഒറ്റ ഡയലോഗിൽ സാങ്ഷൻ വരെ മാറ്റി കൊടുത്തിട്ട് പോയിരിക്കുകയാണ് നാറ്റോ മീറ്റിംഗിൽ. ഇതാണ് പൊതുവിൽ മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് നിന്ന് അമേരിക്കൻ അലയായിട്ടുള്ള രാജ്യങ്ങൾക്കിടയിൽ അതാണ് ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷൻ എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ഇസ്ഫഹാനിൽ പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാന്റും അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്ന് തച്ച് തകർത്തതാണ്. അമേരിക്ക അറ്റാക്ക് ചെയ്ത മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരു രീതിയിലുള്ള റേഡിയേഷൻ ഒന്നും അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഇസ്ഫഹാനിൽ മൈൽഡ് ആയിട്ട് അനുഭവപ്പെടുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ മൈൽഡ് എന്ന് പറഞ്ഞാൽ എത്ര, ഇതെന്താണ് സംഭവം, ശരിക്കും അവിടെ നിന്ന് ഈ റേഡിയേഷൻ ലീക്കേജ് ഉണ്ടോ എന്നുള്ളതൊക്കെ വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ ഈ മന്ദബുദ്ധികളായിട്ടുള്ള ഒരു ഇറാനിയൻ IRGC ഭരണകൂടം വാശി പിടിച്ചിരിക്കുന്നതിന് പകരം ഈ IAEAയിലുള്ള ആൾക്കാരെ അകത്തോട്ട് വിടുന്നതായിരിക്കും വളരെ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ജനങ്ങൾക്ക് തന്നെയാണ് ഇതിന്റെ ദോഷം. അപ്പോൾ അത് മനസ്സിലാക്കണം, അത് അവർ മനസ്സിലാക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തോതിൽ ന്യൂക്ലിയർ ലീക്കേജ് ഉണ്ട് എന്നുള്ളത് മാക്സർ എടുത്ത ഒരു ഇമേജ് വെച്ചിട്ട്, തെർമൽ ഇമേജിന്റെ റീഡിംഗ് വെച്ചിട്ടാണ് ഈ വിഷയം പറഞ്ഞിരിക്കുന്നത്. ആ ഇമേജ് ഞാനിവിടെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ അതിൽ തുടരെ എടുക്കുന്ന ഇമേജുകളിൽ വരുന്ന വേരിയേഷൻസിൽ ഒരു സ്പെസിഫിക് സ്ഥലത്ത് ഒരു ന്യൂക്ലിയർ റേഡിയേഷന്റെ സാധ്യത ഉണ്ട് എന്നുള്ളത് തുടരെ മാക്സർ ഇങ്ങനെ ഇമേജ് എടുത്ത് പരിശോധിക്കുമ്പോഴാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇന്നലെ അങ്ങനെ പല സമയങ്ങളിൽ എടുത്ത ഒരു ഇമേജ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലത്ത് ഒരു തെർമൽ റിഫ്ലക്ഷൻ രൂപപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. അത് മിനിമൽ റേഡിയേഷൻ ആവാം എന്നാണ് ഡൗട്ട്. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ IAEA അകത്തോട്ട് പോകണം. അപ്പോൾ അതിലേക്കുള്ള വഴിയാണ് ഇപ്പം ഇറാൻ തടയുന്നത്. ഇറാന്റെ മിനിസ്റ്റർക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു IAEA ഈ പരിസരത്ത് കയറ്റേണ്ട, അവരെയൊക്കെ കഥവും പൂട്ടി പുറത്തേക്ക് അയച്ചിട്ട് നമുക്കിവിടെ അണുബോംബ് ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ഒരു എവിൻ ജയിൽ അറ്റാക്ക് നടത്തിയതിൽ സെവറൽ പീപ്പിൾസ് ആർ കിൽഡ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. സെക്യൂരിറ്റി ഗാർഡ്, അവിടെ ജയിലിലെ അന്ത്യവാസികളെ കാണാൻ വേണ്ടിയിട്ട് സന്ദർശകരായിട്ട് പോയ കുടുംബക്കാർ, അങ്ങനെ സന്ദർശന വേളയിൽ അവിടെ വിസിറ്റേഴ്സ് റൂമിലുണ്ടായിരുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ കുറേ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തയും കൂടി ഇറാന്റെ ഉള്ളിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറേ ഡെവലപ്മെന്റ്സ് ഇങ്ങനെ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.